ഉമ്മാനെ ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ അനിയനെയും ഞാൻ കൊലപ്പെടുത്തി, എൻ്റെ കാമുകിയെയും ഞാൻ കൊലപ്പെടുത്തി. അതുകൊണ്ട് ഇനി എനിക്ക് ഒരു ജീവിതമില്ല. ഞാൻ എന്തായാലും ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. പോലീസ് ഇത് കേൾക്കേണ്ട താമസം വല്ലാതെ ഭീതിയിലേർപ്പെടുകയാണ്. കാരണം അവരെ കയ്യിലിരിക്കെ ഒരു പ്രതി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കാണ് അതിൻ്റെ ഭവിഷ്യത്ത് മുഴുവൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പോലീസ് അഫാന് താമസിക്കുന്ന ആ ഒരു സെല്ലിലേക്ക് പോലീസിൻ്റെ തന്നെ വിശ്വസ്തനായ വേറെ ഒരു പ്രതിയെ അതിലേക്ക് ആ ഒരു സെല്ലിൽ പാർപ്പിക്കുകയാണ്. പിന്നെ ആ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഒരു CCTV ഘടിപ്പിച്ചിട്ടുണ്ട്. ആ സെല്ലിൻ്റെ മുമ്പിൽ 24 മണിക്കൂറും പോലീസിനെ കാവല് നിർത്തിയിട്ടുണ്ട്. എൻ്റെ ഉമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അഫാന് താൻ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഉമ്മാന് അത്രമേൽ സ്നേഹമായിരുന്നു അഫാന്. ഉമ്മ മരണപ്പെട്ടിട്ടില്ല എന്ന് ഇപ്പോഴും അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രമേൽ ക്രൂരമായിട്ടാണ് ആ ഉമ്മാനെ അവൻ കൊലപ്പെടുത്തിയെന്ന് അവൻ വിശ്വസിക്കുന്നത്. ആ ഉമ്മയും മകനും കൂടി 65 ലക്ഷം രൂപ കടമുണ്ടാക്കി വെച്ചു എന്ന് അഫാൻ്റെ ഉപ്പ എനിക്കറിയില്ല എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ആ സമയത്താണ് എല്ലാവരും ഞെട്ടിത്തരിച്ചത്. കാരണം അഫാൻ്റെ ഉപ്പ 85 ലക്ഷം രൂപ കടമുണ്ടായിട്ടാണ് ആ മനുഷ്യൻ വിദേശത്ത് പോയിട്ട് ആ മനുഷ്യൻ അവിടെ ജോലി ചെയ്യുന്നത്. എങ്ങനെ ജോലി ചെയ്യുന്നത്? പോലീസിൻ്റെ ഒക്കെ കണ്ണ് വെട്ടിച്ച് യാത്രാ ബാൻ ഉണ്ട് ആ മനുഷ്യന്. പോലീസ് യാത്ര ചെയ്യുന്നത് കണ്ടാൽ ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്യും. അവിടെ നിന്ന് അത്രയും രഹസ്യമായി ഒളിവിൽ താമസിച്ച് അവിടെയുള്ള ആ ഒരു കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഇപ്പുറത്ത് ഇത്രയും വലിയ ഒരു കടത്തിൻ്റെ ഒരു കൂമ്പാരമുള്ളത് ആ മനുഷ്യന് അറിയില്ല. ഈ 2 കടം കൂടി എന്ത് ചെയ്യണമെന്ന് ഇവർക്കൊരു പിടുത്തമില്ല. അവസാനം ഉമ്മയാണ് അവനോട് പറഞ്ഞത് ആത്മഹത്യയെ കുറിച്ചിട്ട്. എന്നിട്ടും എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവും കിട്ടാതെ അവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പിന്നെയും പിന്നെയും കടം വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇവരെ കൊല്ലുന്നതിൻ്റെ ഒക്കെ മുമ്പ് അഫാന് വീണ്ടും ഒരു ബൈക്ക് കൂടി വാങ്ങിയത് വരെ നമ്മൾ അറിഞ്ഞതാണ്. അതൊക്കെ അറിഞ്ഞ് കുടുംബക്കാർ നിരന്തരം അവനെ ഉപദേശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ടായിരുന്നു കുടുംബത്തിലുള്ള ഉപ്പയുടെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും വല്യമ്മയെയും അടക്കം അഫാൻ വധിക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞത്. ഇപ്പോഴും പോലീസിനോട് അത് തന്നെയാണ് അഫാൻ ആവർത്തിച്ചുകൊണ്ട് മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ അനിയനും അവൻ സ്നേഹിച്ച ആ പെൺകുട്ടി, അവളെടുത്തുനിന്ന് വരെ നമ്മളൊക്കെ കേട്ടതല്ലേ, സ്വർണം വാങ്ങിയിട്ട് അവൾക്ക് കൊടുത്തത് മുക്കുപണ്ടമാണ്. അത് പുറത്തറിയുമ്പോഴുള്ള മാനക്കേടൊക്കെ ഓർത്തിട്ടാണ് ആ പെൺകുട്ടിയെയും താൻ കൊല ചെയ്തതെന്ന് അഫാന് പോലീസിന് മൊഴി കൊടുക്കുന്നത്. അതും എങ്ങനെയാണ് കൊന്നത്? അത്രമേൽ ക്രൂരമായിട്ട് ആ പെൺകുട്ടി കസാരയിൽ മരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ പച്ചയിലുള്ള വീഡിയോ ഞാൻ കണ്ടു. പടച്ചവനെ, സഹിക്കാൻ കഴിയാത്ത അത്രമേൽ വേദനാജനകമായ ഒരു രംഗമായിരുന്നു അത്. ഞാനപ്പോൾ ആലോചിച്ചത്, ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെങ്ങാനും റബ്ബേ ഇത് കണ്ടു കഴിഞ്ഞാലുള്ള ഒരവസ്ഥ. അവരുടെ മകള് പെട്ടെന്ന് തന്നെ കൊല ചെയ്യപ്പെട്ടു എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ അതിൻ്റെ ഷോക്ക് മാറുന്നതിൻ്റെ മുമ്പ് തന്നെ ആ കുട്ടിയുടെ ജീവനറ്റ ശരീരം കൊല ചെയ്യപ്പെട്ട നിലയിൽ കാണുമ്പോഴുള്ള ആ മാതാപിതാക്കളുടെ വേദന, പടച്ചവനെ, അവർക്കൊക്കെ നീ ക്ഷമ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ആ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരൊക്കെ നീ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇതുവരെയായിട്ട് പോലീസ് അവനെ ഔദ്യോഗികമായിട്ട് തെളിവെടുപ്പിനൊന്നും കൊണ്ടുപോയിട്ടില്ല. തെളിവെടുപ്പടക്കം ഒരുപാട് കാര്യങ്ങൾ ഇനിയും നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് അഫാൻ പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ പറയും, അവനങ്ങോട്ട് ആത്മഹത്യ ചെയ്തോട്ടെ, അവനിനി ജീവിച്ചിരുന്നിട്ട് എന്താണ് ഉപകാരം? ഇത്രയും വലിയ ക്രൂരത ചെയ്ത അവനെ എങ്ങനെയാണ് ഇനിയും ഇവർക്ക് ജീവനോടെ വെക്കാൻ തോന്നുന്നത് എന്നൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു നിയമമുണ്ടല്ലോ, ഇത് ആ ഒരു രീതിയിലാണ്.
ഈ നിയമം ഇരിക്കുന്നത്. നിങ്ങൾ കണ്ടതല്ലേ, 2-3 ദിവസം മുമ്പ് ഷഹബാസ് എന്ന ഒരു ചെറിയ കുട്ടിയെ അവൻ്റെ കൂട്ടുകാരനടക്കമുള്ള ചില കുട്ടികൾ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയിട്ട് ആ കുട്ടിയെ പരീക്ഷ എഴുതാൻ അനുവദിച്ച വാർത്തകൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങനെയുള്ള നിയമങ്ങളാണ് നമ്മുടെ ഈ നാടുകളിലുള്ളത്. യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് ഇതുപോലെയുള്ള കേസുകൾ ഉണ്ടാവുന്നതെങ്കിൽ അഫാനെ പോലെയുള്ള ആളിപ്പോൾ ഈ ലോകത്ത് ചിലപ്പോൾ ഈ സമയത്ത് ജീവിച്ചിരിക്കൂല. കാരണം കൃത്യമായ തെളിവ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ വധശിക്ഷ നടപ്പാക്കലാണ് അറേബ്യൻ രാജ്യങ്ങളിലെ ശിക്ഷാ നടപടികളൊക്കെ. അഫാനെങ്ങാനും ഈ ഒരു സമയത്ത് ആ ജയിലിൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആ ജയിലിലെ സൂപ്രണ്ട് അടക്കം ആ ജയിലിലെ എല്ലാ അധികൃതരും കുടുങ്ങുമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അഫാനെതിരെ അവർ ഇത്രയും വലിയ ഒരു സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? നമ്മുടെ മക്കൾ നമ്മുടെ കഷ്ടപ്പാടുകളും ഇല്ലായ്മകളും ഒക്കെ നമ്മുടെ മക്കൾ കാണണം. അതൊക്കെ കണ്ടിട്ടാവണം നമ്മുടെ മക്കൾ ജീവിക്കേണ്ടിയത്. നിങ്ങൾ താഴ്ത്തി വെച്ചാൽ എറുമ്പരിക്കും, തലയിൽ വെച്ച് കഴിഞ്ഞാൽ പേനരിക്കും എന്നുള്ള രൂപത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ആർഭാടങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് പിന്നെ വേദനകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ജീവിതത്തിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് അവർക്കൊരു പിടുത്തം ഉണ്ടാവില്ല. ആ സമയത്താണ് അഫാനെ പോലെയുള്ള ഈ രൂപത്തിലുള്ള കൊലപാതകികൾ അവർ രൂപപ്പെടുന്നത്. കാരണം ഇനിയുള്ള ജീവിതം എന്താണെന്ന് അവർക്കൊരു പിടുത്തവും കിട്ടണില്ല. എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നും അറിയില്ല. കാരണം പൈസ ഇല്ല. ജീവിതം എത്രത്തോളം ഹാപ്പിയാക്കാൻ നോക്കിയോ അത്രത്തോളം കടത്തിന്മേൽ കടങ്ങനെ പേടിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം ഇതൊക്കെ വീട്ടണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു നിർവാഹവും മുമ്പിൽ കാണുന്നില്ല. അവസാനം പിന്നെ എല്ലാവരെയും കൊല്ലാം, താനും ജീവനൊടുക്കാമെന്നുള്ള നിലയിലേക്ക് അഫാനെത്തും. അതുപോലെ നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ നാളെ എത്തും. കാരണം അവരും വേദനകളും പ്രയാസങ്ങളും ഒക്കെ അറിയണം. എന്നാൽ മാത്രമാണ് അവർക്ക് നാളത്തെ എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ അവർക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കോവിഡിൻ്റെ മുമ്പ് അഫാൻ്റെ ഉപ്പ വളരെയേറെ വലിയ സമ്പന്നനായിരുന്നു. അവിടുത്തെ ഗൾഫിലുള്ള അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളൊക്കെ നല്ല രൂപത്തിൽ മെച്ചപ്പെട്ട് നിൽക്കുന്ന ആ ഒരു വാർത്തകൾ കേൾക്കുമ്പോഴും അവർ ആ സമയത്ത് നല്ല ഒരു ജീവിതമാണ് മുന്നോട്ട് നയിച്ചത്. ആ സമയത്ത് കോവിഡിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളൊക്കെ തകരാൻ തുടങ്ങി. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പോലും അവർക്കൊരു പിടുത്തം കിട്ടണില്ല. അവസാനം ഇപ്പോഴുള്ള ഈ ഒരു ജീവിതം അവർ അതേ രൂപത്തിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതെങ്ങാനും അവർ ആ ജീവിതം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ മനസ്സിലാക്കിയിട്ട് വളരെ നോർമലായിട്ടുള്ള ഒരു ജീവിതം നയിച്ചിരുന്നെങ്കിൽ ഇന്നും അവരും നമ്മുടെ ഇടയിൽ സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു. പക്ഷേ അവർക്കതിന് കഴിഞ്ഞില്ല. നമുക്കെങ്കിലും ഇനിയുള്ള നമ്മുടെ ജീവിതത്തിലൊക്കെ അതുപോലെയുള്ള ലൈഫ് ഒരിക്കലും തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. നമ്മുടെ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ജീവിതം എന്ന് പറയുന്നത് പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെയാണ് കടന്നു പോകുന്നതെന്ന്. മക്കൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഒരിക്കലും മാതാപിതാക്കൾ നിൽക്കരുത്. അവരെ നമ്മൾ സമയോചിതമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.